ഹജ്ജെന്നത് പത്രാസല്ല പാപ്പയാണെന്നറിവാണ്. ഹജ്ജെന്നത് പത്രാസല്ല പാപ്പയാണെന്നറിവാണ്. ഹാജി എന്നാർക്ക് മനല്ല ഫക്കീർ എന്ന വിളിയാണ്. ഫക്കീർ എന്ന വിളിയാണ്. കൊമ്പ് നടിച്ചു വിമാനം കേറി ഹജ്ജിന് പോകണ്ട. ലബ്ബൈക്ക് എന്ന വൈത്തുമ്മ കേറി ഹജ്ജിന് പോയിക്കോളൂ. ഹജ്ജിന് പോയിക്കോളൂ. ഹജ്ജെന്നത് പത്രാസല്ല. എത്ര അർത്ഥവത്തായ വരികളാണിത്! എത്ര മനോഹരമായിട്ടുള്ള വരികളാണ്! ഇന്നത്തെ മാപ്പിളപ്പാട്ടിനെ കൊല്ലാകൊല ചെയ്യുന്നവർക്കിടയിൽ ഏറ്റവും വ്യത്യസ്തമായും ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള വരികളാണ്. ഇദ്ദേഹം ഒരു ലക്ഷദ്വീപ് സ്വദേശിയാണ്. ഇദ്ദേഹം പാടിയ പാട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാണ്. ഭ്രാന്തായാൽ എന്തു സുഖം, സക്കറാത്തിൽ മൗത്ത് എന്നുള്ള ഒരു രീതിയിലുള്ള തുടങ്ങുന്ന പാട്ടുമൊക്കെ ഇദ്ദേഹം പാടിയത്. മുമ്പ് സൂഫിസത്തിന്റെ ഒരു ഭാഗമായി മുമ്പ് ഒരാൾ പാടിയ പാട്ട് ഇദ്ദേഹം വീണ്ടും പാടിയതാണ് സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമായിട്ട് തന്നെ മാറിയത്. ഇപ്പോ ഈ പാട്ട് കേട്ടോ, ഹജ്ജ് എന്ന ആ തുടങ്ങുന്ന ആ വാക്കുകൾ എത്ര അർത്ഥവത്തായിട്ടുള്ള എത്ര അർത്ഥവത്തായിട്ടുള്ള വരികളാണ്. ഇന്ന് നമ്മളെ മാപ്പിളപ്പാട്ട് ചിലവർ പാടുന്നുണ്ട്. അപ്പൊ ആ പാട്ടുന്നവരുടെ പേരുകളൊന്നും ഇവിടെ പ്രതിപാദിക്കുന്നില്ല. പൂവും മുത്തും സത്തും ഒക്കെ കൂട്ടിക്കലർത്തിക്കൊണ്ട് അതിനൊരു ഇക്കിളിയുടെ ഒരു പരിവേഷം നൽകി മാപ്പിളപ്പാട്ടിന്റെ ട്യൂണിൽ മാപ്പിളപ്പാട്ടിനെ കൊല്ലാകൊല ചെയ്തിട്ടാണ് ഇന്ന് മിക്ക ഗായകന്മാർ, അതായത് ഇപ്പോഴത്തെ പുതുതലമുറയിൽ പെടുന്ന മിക്ക ഗായകന്മാരും പാടുന്നതെന്ന കാര്യം ആർക്കും നിഷേധിക്കപ്പെടാൻ പറ്റാത്തൊരു കാര്യമാണ്. പാട്ടുകളൊക്കെ മുമ്പത്തെ മാപ്പിളപ്പാട്ടുകളൊക്കെ വളരെ അർത്ഥവത്തായിട്ടുള്ള വരികളായിരിക്കും. ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അതിലേക്ക് ആത്മീയപരമായിട്ട് ലയിച്ചു പോകുന്ന ഒരു രീതിയിലേക്കായിരിക്കും. മുൻകാലങ്ങളിൽ ഏതൊരു പാട്ടെടുത്തു കഴിഞ്ഞാലും അതിന് വളരെ അർത്ഥവത്തായ വരികളായിരിക്കും. അതായത് ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പുള്ള ഓരോ പാട്ടുകളൊക്കെ. പക്ഷെ ഇന്ന് ചില പാട്ടുകളൊക്കെ മാപ്പിളപ്പാട്ട് എന്ന പേരിൽ നടത്തുന്ന ആഭാസത്രങ്ങൾ, അതായത് മാപ്പിളപ്പാട്ടിനെ കൊല്ലാകൊല ചെയ്യാണ്. പക്ഷെ ഇവരാണ് ഇന്നിപ്പോ, അതായത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിൽ പെടുന്ന എല്ലാവരും അത്രക്കാരാണെന്ന് അവകാശപ്പെടുന്നില്ല, പക്ഷെ മിക്കപേരും അങ്ങനെയാണ്. അതിന് മുത്തും സത്തും ഒക്കെ ചേർത്തിട്ട് ഇൻകിളിയൊക്കെ ചേർത്തിട്ട് പാട്ടിനെ കൊല്ലാകൊല ചെയ്യുകയാണ് ഇപ്പോഴത്തെ മിക്ക പുതുതലമുറയിലെ മാപ്പിളപ്പാട്ട് ഗായകന്മാർ. അതിന് പേര് കൊടുക്കുന്നത് മാപ്പിളപ്പാട്ട്, മാപ്പിളപ്പാട്ടിന്റെ ഒരു പരിവേഷം കൂടി കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് മാപ്പിളപ്പാട്ട്? ഒരു വരികൾ, ആ വരികളുടെ ഒരു അർത്ഥവത്വം, ഒരു പാട്ട് ഇപ്പൊ കേൾക്കുമ്പോൾ ഇപ്പൊ കാണിച്ച പാട്ട്, ആ പാട്ട് കേൾക്കുമ്പോൾ എത്ര ആ അർത്ഥവത്വം, എത്ര നല്ലൊരു മനോഹരമായിട്ടുള്ള വരികളാണ്. അപ്പൊ ഏതായാലും ഇതുപോലെയുള്ള ഗായകന്മാർ ഇനിയും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ ആശംസിക്കാം. ഇത്തരം ഗായകന്മാർക്കൊക്കെ നമ്മൾ പരമാവധി പ്രോത്സാഹനം കൊടുത്ത് എന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്.